വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ മൂർച്ച നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഏറ്റവും വലിയ ഒരു ആക്രമണത്തെ നേരിടാൻ ഇസ്രായേൽ തയ്യാറായിക്കൊള്ളാൻ ഹിസ്ബുള്ള ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. റോക്കറ്റുകൾ കൊണ്ട് ദീപാലങ്കൃതമായ നാളുകൾ തന്നെയാണ് ഓരോ ദിവസവും ഹിസ്ബുള്ള ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് മാത്രം റോക്കറ്റുകളും ഡ്രോണുകളുമാണ് ഓരോ ദിവസവും ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് അയക്കുന്നത്. ഈ ആക്രമണങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ തെക്കൻ ലെബനനിൽ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണ്. ഹിസ്ബുള്ള ആവർത്തിച്ച് പറയുന്നത് ഇതൊരിക്കലും ഹിസ്ബുള്ള കമാൻഡർ ഫാദ് ഷുക്കൂറിന്റെ കൊലക്കുള്ള തിരിച്ചടിയല്ല. വാഗ്ദാനം നൽകിയിട്ടുള്ള തിരിച്ചടി വാഗ്ദത്ത ഭൂമിയിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം കഴിഞ്ഞ 10 മാസത്തിൽ ഉള്ളിലായി ഇസ്രായേലി മിലിറ്ററി ലക്ഷ്യങ്ങൾക്ക് എതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള. എന്നാൽ ഇപ്പോൾ അതിനൽപ്പം ശക്തി മൂർച്ച കൂടിയിട്ടുണ്ട് എന്ന് മാത്രം. എന്നാൽ ഇപ്പോഴത്തെ പുതിയ സംഘടനകൾ പുതിയ സന്ദേശം വിളിച്ചോതുന്നുണ്ട് ഈ മേഖലയിൽ. ഇസ്രായേൽ ബൈറൂത്തിലും ടെഹ്റാനിലും നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയുടെ ഒരു ട്രയൽ റൺ ആയിട്ടാണ് ഈ ആക്രമണങ്ങൾ എന്ന് വേണം കരുതാൻ. മാത്രമല്ല, ഈ ചെറുപ്രയോഗങ്ങൾ ഇസ്രായേലി അയൺ ഡോമിന്റെ കാര്യക്ഷമതയും ദുർബലതയും അളക്കുന്നതിന് കൂടിയുള്ള പരീക്ഷണ ആക്രമണങ്ങളാണ് എന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. ഈ പരീക്ഷണ ആക്രമണങ്ങളുടെ റിസൾട്ടുകൾക്കനുസരിച്ച് ആയുധങ്ങളുടെ കൃത്യതയും ശക്തിയും മാറ്റുന്നതിനും ഈ ആയുധങ്ങൾ മാത്രമേ തങ്ങളുടെ കൈവശമുള്ളൂ എന്ന് തോന്നൽ ഇസ്രായേൽ ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ഹിസ്ബുള്ളയുടെ ഇസ്രായേലിലേക്കുള്ള റോക്കറ്റുകളുടെയും ഡ്രോണുകളുടെയും ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അടുത്ത ദിവസങ്ങളിലായി ഇസ്രായേൽ അതിശക്തവും തുടരെയുമാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണങ്ങളിലൂടെ ഹിസ്ബുള്ളയുടെ ആക്രമണോത്സുകതയും ശക്തിയും പരിമിതപ്പെടുത്തുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. പക്ഷേ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ചടികൾ മിക്കപ്പോഴും ജനസാന്ദ്രമായ പ്രദേശങ്ങളിലല്ലെന്ന് മാത്രം. അതിനുള്ള കാരണം അലിഖിതമായ ഒരു വ്യവസ്ഥ പ്രകാരം മിലിറ്ററി ബേസുകളെയും മാത്രം ആക്രമിക്കുകയാണ് ഹിസ്ബുള്ള. എന്നാൽ നാം കാണുന്നത് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ആളുകളെ കൊല്ലുക എന്ന രീതിയിൽ തന്നെയാണ്. ഇതുവരെ അരങ്ങേറിയ ഓരോ ആക്രമണങ്ങളിലും നമ്മൾ കണ്ടതും അതുതന്നെയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് ഏതൊരു വലിയ ആക്രമണത്തിനും പ്രതീക്ഷിക്കാത്ത നിലയ്ക്കുള്ള അഭൂതപൂർവമായ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നാണ്. ഇസ്രായേലിന്റെയും പാശ്ചാത്യ ഇന്റലിജൻസിന്റെയും വീക്ഷണത്തിൽ ഇറാൻ ഹിസ്ബുള്ള സഖ്യത്തിന്റെ അതിശക്തമായ ആക്രമണം ആസന്നമായി നിൽക്കുകയാണ് എന്നാണ്. ഈ ആക്രമണം തിങ്കളാഴ്ച പുലർച്ചെ സംഭവിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതല്ല, ആദ്യം ഹിസ്ബുൾ ആക്രമിക്കുമെന്നും തുടർന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാൻ ആക്രമിക്കുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും എന്തായാലും ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ബൈറൂത്തിന്റെ ആകാശത്തിന് മുകളിലൂടെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ശബ്ദമുണ്ടാക്കി അതിവേഗം പറന്നു പോകുന്നത് ആളുകളിൽ സംഭ്രമം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഇസ്രായേലിന്റെ മനഃശാസ്ത്രപരമായ ഒരു യുദ്ധതന്ത്രം കൂടിയാണ്. ഇസ്രായേലി നിരീക്ഷണ ഡ്രോണുകളുടെ എണ്ണം ലബനോനിൽ എയർ സ്പേസിൽ വർദ്ധിച്ചു വരികയാണ്. ഹിസ്ബുള്ളയുടെ ലോഞ്ചുകൾ തത്സമയം കണ്ടെത്താൻ കൂടിയാണ് ഇത്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും യുഎസിന്റെയും പുതിയ വിലയിരുത്തൽ സൂചിപ്പിക്കുന്നത് ഇറാനെയും ഹിസ്ബുള്ളയെയും അവരുടെ പുതിയ പാതയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്റർ യോവ് ഗാലന്റ് പറഞ്ഞത് ഇറാനും ഹിസ്ബുള്ളയും ആക്രമിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ സമയം പ്രതിരോധം ത്വരിതപ്പെടുത്തുന്നതിനും പ്രത്യാക്രമണം ശക്തമാക്കുന്നതിനും വിനിയോഗിക്കുന്നതിനുള്ളതാണ്. അമേരിക്ക ഇത്രയും സന്നാഹങ്ങളുമായി മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോൾ അത് ഇറാന്റെ മിലിറ്ററി ബേസുകളെയോ ഇറാന്റെ പോർട്ടുകളെയോ ആക്രമിക്കാനാവണമെന്നില്ല. പകരം അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ധാരാളം മിലിറ്ററി ബേസുകളുണ്ട്. ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ആക്രമണങ്ങളിൽ നിന്നും അമേരിക്കൻ ബേസുകളെ സംരക്ഷിക്കുക എന്നതുമായിരിക്കണം പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ ഏപ്രിൽ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും ഇസ്രായേലിനെ സംരക്ഷിക്കപ്പെട്ടത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എല്ലാം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ്. ആ നിലയ്ക്ക് ഇസ്രായേലിനെ പൊതിഞ്ഞു സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് അമേരിക്കയും ഇപ്പോൾ മുന്നൊരുക്കം നടത്തുന്നത്. അതേസമയം കസം ബ്രിഗേഡ് പറയുന്നത് അവരുടെ പോരാളികൾ ഒരു ഇസ്രായേലി ബന്ദിയെ കൊല്ലുകയും 2 പേരെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ്. ഇസ്രായേലി സേന പറയുന്നത് ഞങ്ങൾ ഈ വാർത്ത സ്വീകരിക്കാതിരിക്കാനോ കഴിയുന്നില്ല. ഞങ്ങൾ ഇതേക്കുറിച്ചുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച അതിരാവിലെയും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 15 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. പലസ്തീൻ സെൻട്രൽ ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഗസൻ ജനതയുടെ
ആകെ ജനസംഖ്യയുടെ 1.8% ആളുകളെയാണ് ഇസ്രായേൽ ഈ യുദ്ധത്തിൽ കൊന്നുതള്ളിയത് എന്നാണ്. ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ ഒരു കുട്ടിയടക്കം 3 ഫലസ്തീനികൾ അവരുടെ വീട്ടിൽ കൊല്ലപ്പെട്ടതായി കണ്ടെത്തി. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കുട്ടിയുടെ തല തെറിച്ചു പോയിരുന്നു. ഇസ്രായേൽ സേന ഖാൻ യൂനിസിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു കുട്ടിയുൾപ്പെടെ 13 പേരുടെ മൃതദേഹം നാസർ ഹോസ്പിറ്റലിൽ ഏറ്റുവാങ്ങി. ഖാൻ യൂനിസിന്റെ കിഴക്ക് ഭാഗങ്ങളിൽ ആക്രമണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേൽ സേന ഫലസ്തീനികളെ വീണ്ടും കുടിയൊഴിപ്പിക്കുകയാണ്. ഇത് അൽ-തബൈൻ സ്കൂളിലെ പ്രാർത്ഥനാ മുറിയായിരുന്നു. ഇവിടെയാണ് ഞായറാഴ്ച ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ 100-അധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടത്. അവർ പ്രഭാത പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോഴായിരുന്നു ഇസ്രായേലിന്റെ കൂട്ടക്കൊല അരങ്ങേറിയത്. ഈ വീഡിയോയിലെ രംഗങ്ങളിൽ നിന്നും നമുക്ക് കാണാനാകും ഇസ്രായേലി ആക്രമണത്തിന്റെ വ്യാപ്തിയും ആഘാതവും. ബിൽഡിങ്ങുകൾ തകർന്നു തരിപ്പണമായ പശ്ചാത്തലത്തിൽ രക്തം തളം കെട്ടിക്കിടക്കുന്ന ഫ്ലോറുകൾ, കത്തിക്കരിഞ്ഞും ചിതറിത്തെറിച്ചും കിടക്കുന്ന വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യന്റെ ശരീരഭാഗങ്ങളും. ആളുകൾ ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ബന്ധുക്കളുടെ ശരീരാവശിഷ്ടങ്ങളാണ്. ഞാൻ ഓടിക്കിതച്ചെത്തിയത് എൻ്റെ കുടുംബത്തെ തേടിയാണ്. എൻ്റെ ബാപ്പ കൊല്ലപ്പെട്ടു. എൻ്റെ സഹോദരൻ അവശിഷ്ടങ്ങൾക്കിടയിൽ മൂടപ്പെട്ടു. എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ ബാപ്പയും സഹോദരങ്ങളും രക്തസാക്ഷികളായി. ഞാൻ പള്ളിയുടെ ഏറ്റവും മുകൾ ഭാഗത്തായിരുന്നു. അപ്പോഴാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ അയച്ചത്. ഈ മുകൾ നിലയിൽ നിന്നും താഴേക്ക് മിസൈൽ തുളച്ചുപോയ ഹോൾ നിങ്ങൾക്ക് കാണാം. താഴത്തെ നിലയിലായിരുന്നു ധാരാളം സ്ത്രീകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അവരിൽ നല്ലൊരു ഭാഗം ആളുകളും കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവർക്ക് ഗുരുതരമായി പരിക്കുപറ്റി. ഈ കാണുന്നത് ഇസ്രായേലി മിസൈലിന്റെ ചില ഭാഗങ്ങളാണ്. ഇസ്രായേലിന്റെ ഞായറാഴ്ചയിലെ നരനായാട്ടിൽ ചിന്നിച്ചിതറി തെറിച്ചത് 100 കണക്കിന് മനുഷ്യ ശരീരങ്ങളാണ്. ആത്മാവുള്ള ഏതൊരു മനുഷ്യന്റെയും രക്തയോട്ടം നിലയ്ക്കുന്ന കാഴ്ചയായിരുന്നു അത്. എന്നിട്ടും എന്തേ ഈ ലോകം കണ്ണു തുറക്കാത്തത്?